ജെ മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. സംസ്കാരങ്ങൾ, അവസാനമില്ലാത്ത ജന്മങ്ങൾ. നമുക്ക് അനേകം ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ആത്മാവും പല ശരീരങ്ങൾ സ്വീകരിക്കുകയും പല സ്ഥിതിവിശേഷങ്ങളും അവസ്ഥകളും സുഖവും ദുഃഖവും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥിതിവിശേഷവും പല പാടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. കാലക്രമേണ ചിലവ നിലനിന്നു, മറ്റുള്ളവ മാഞ്ഞുപോയി. സംഭവങ്ങളുടെ അടയാളങ്ങളും ബന്ധപ്പെട്ട വികാരങ്ങളും ചേർന്ന് കർമ്മങ്ങൾ ഉണ്ടാക്കി. വികാരങ്ങളില്ലാത്ത ധാരണകൾ വിസ്മൃതിയിൽ മറഞ്ഞുപോയി. അങ്ങനെ നമ്മുടെ ആത്മാവ് മരണത്തിലൂടെയും ജനനത്തിലൂടെയും മുകളിലേക്കും താഴേക്കും സഞ്ചരിച്ചു. ആത്മാവ് ഒരിക്കലും കളങ്കപ്പെട്ടില്ല. അത് നിർമ്മലമായി നിലനിന്നു. അതിനെ ഒരിക്കലും ദുഷിപ്പിക്കുവാൻ കഴിയില്ല. ആത്മാവ് പല ജന്മങ്ങളിൽ കൂടി സൂക്ഷിച്ചു വെച്ച ധാരണകൾ സ്വഭാവം അല്ലെങ്കിൽ വ്യക്തിത്വമായി തീരുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അടിസ്ഥാന സ്വഭാവവിശേഷങ്ങളെ സ്വീകരിക്കുകയും അവയുമായി ഇണങ്ങിച്ചേരുകയും ചെയ്യുന്നു. മൗലികമായ സ്വഭാവങ്ങൾ കാലങ്ങളിലൂടെ അനന്തത വരെ നിലനിൽക്കുന്നു. ചില ശീലങ്ങൾ, താൽപ്പര്യങ്ങൾ, വികാരങ്ങൾ, ആശങ്കകൾ, അരക്ഷിതത്വങ്ങൾ, യുക്തിഹീനമായ ഭയങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ ധാരണകളുടെ സങ്കീർണതകൾ അറിയാതെ അല്ലെങ്കിൽ അവയെപ്പറ്റി ബോധമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു. ഉണർന്നിരിക്കുമ്പോൾ തൽക്കാലത്തെ പേരും പ്രസിദ്ധിയും സമുദായത്തിൽ തനിക്കുള്ള പദവിയും ആയിരിക്കും ജീവിതത്തിൽ പ്രധാനം. അയാൾ അതായിത്തീരുന്നു. രാത്രി ഉറക്കം ഇവയെല്ലാം ഇല്ലാതാക്കുന്നു. ഗാഢനിദ്രയിൽ പേരും ലിംഗഭേദവും സ്ഥലവും തൻ്റെ സ്ഥാനവും മറക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും അയാൾ ഭിന്നമായ വേഷങ്ങൾ കെട്ടുകയും പിന്നീട് അവയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇവയ്ക്ക് രണ്ടിനും ഇടയിൽ മറഞ്ഞിരിക്കുന്ന ആത്മാവ് സത്യം മനസ്സിലാക്കുന്നു, എന്നാൽ ഒരിക്കലും ഇടപെടുന്നില്ല. തൻ്റെ അവകാശങ്ങൾ ശക്തമായി നിഷേധിക്കപ്പെട്ട ബോധമനസ്സ് കൊടുക്കുന്ന വിവരങ്ങൾ ആഗിരണം ചെയ്യുന്ന ഉപബോധം യാഥാർത്ഥ്യങ്ങൾക്ക് തുടക്കമിടുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ഒരുതരം അലക്ഷ്യമായ നിസ്സഹായതയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായ വിസ്മൃതി. ഒരുപക്ഷെ മരണശേഷം അസ്തിത്വത്തിൻ്റെ ഭാരമില്ലായ്മയും തൻ്റെ ലോകജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് കരുതിയിരുന്ന എല്ലാത്തിനോടും വിരക്തിയും തോന്നുമ്പോൾ മാത്രമാണ് അയാൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ആത്മാവിന് ഒരിക്കലും സംശയമുണ്ടായിരുന്നില്ല. കാറിൻ്റെ കാര്യത്തിൽ പെട്രോൾ എന്ന പോലെ മാത്രമേ ആത്മാവ് പ്രവർത്തിച്ചിട്ടുള്ളൂ. പെട്രോൾ തീർന്നാൽ കാർ നിൽക്കണം. അത് നിന്നു. ആത്മാവ് സംസ്കാരങ്ങളുടെ കുടിശ്ശികയും വഹിച്ചുകൊണ്ട് മറ്റൊരു ജീവിതം തുടങ്ങാനായി അടുത്ത ഗർഭപാത്രം തേടിപ്പോയി. ജനനം, മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം. കഥ തുടരുന്നു. ഒരു സ്ത്രീക്ക് കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾ കാരണം അവർ വളരെ കഷ്ടപ്പെട്ടു, വളരെ കരഞ്ഞു. തനിക്ക് കുട്ടികൾ വേണ്ട എന്ന തീവ്രമായ ഒരു ബോധം അവർ സൃഷ്ടിച്ചു. ആ ജീവിതത്തിൽ അത് പ്രാവർത്തികമല്ലാത്തതുകൊണ്ട് കുട്ടികളില്ലാത്ത ഒരു ജീവിതം അനുഭവിക്കാൻ വേണ്ടി അവർ വീണ്ടും ജന്മമെടുത്തു. കുറേ കുട്ടികളോട് കൂടിയ കഴിഞ്ഞ ജന്മത്തെയും കഠിനമായ കഷ്ടപ്പാടുകളെയും കുറിച്ച് അറിയാത്തതുകൊണ്ട് അവർ കുട്ടികൾ ഉണ്ടാകണമെന്ന് കൊതിച്ചു. കഴിഞ്ഞ ജന്മത്തിലെ പരിപാടിയും ഇത്തവണത്തെ ആഗ്രഹവും വ്യത്യസ്തമായിരുന്നതുകൊണ്ട് അവർ വീണ്ടും അനവധി കുട്ടികളുള്ള ഒരു ജന്മം എടുത്തു. ഇത് എന്നാണ് അവസാനിക്കുക? ഉയർന്ന അവബോധം ഉണ്ടായാലേ ഇതിൽ നിന്ന് മോചനമുണ്ടാവുകയുള്ളൂ. ഒരാൾ മറ്റൊരാളെ വളരെയധികം വെറുത്തു. അങ്ങേയറ്റം ദേഷ്യത്തോടെ ഒരിക്കൽ അയാൾ പറഞ്ഞു, "നിന്നെ കൊല്ലാൻ മാത്രമായി ഞാൻ വീണ്ടും വരും." രണ്ടുപേരും പിന്നീട് മരിച്ചുപോയി. അവർ ഒരേ അമ്മയുടെ മക്കളായി വീണ്ടും ജനിച്ചു. കുട്ടിക്കാലം മുതൽക്കേ അവർ എപ്പോഴും ശണ്ഠ കൂടുകയും ജീവിതം ദുരിതമയമാക്കുകയും ചെയ്തു. അവർ അന്യോന്യം കൊല്ലുക വരെ ചെയ്യാൻ ശ്രമിച്ചു. അവസാനം ഒരാൾ മറ്റേയാളെ കൊന്നു. നാം ചിന്തിക്കുന്നതിനെയും പറയുന്നതിനെയും പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് ജാഗ്രത വേണം. അവയെല്ലാം നമ്മുടെ സംസ്കാരമായി മാറിയേക്കാം. ഒരാൾ ഒരു ധനികൻ്റെ വീട്ടിൽ വേലക്കാരനായിരുന്നു. വീട്ടിൽ ധാരാളം മദ്യം സൂക്ഷിച്ചിരുന്നു. വേലക്കാരൻ യജമാനനും അതിഥികൾക്കും വിലയേറിയ വിദേശീയ മദ്യം പകർന്നു നൽകുമായിരുന്നു. എന്നാൽ ഒരിക്കലും അയാൾക്ക് ആ മദ്യം കഴിക്കുവാൻ കിട്ടിയില്ല. അയാൾ ഒരു അമിത മദ്യപാനിയായിട്ട് മറ്റൊരു ജന്മം എടുത്തു. അയാളുടെ ജീവിതത്തിലെ പ്രധാന പരിപാടി മദ്യപാനമായിരുന്നു. ആർക്കും അയാളുടെ ശീലം മാറ്റുവാൻ കഴിഞ്ഞില്ല. അയാൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ദരിദ്രനായ ഒരാൾ അടുത്ത ജന്മത്തിൽ അളവറ്റ് ഭക്ഷിച്ച് തടിച്ചു കൊഴുത്തു.
ലോകത്തിൽ എമ്പാടുമുള്ള ദാരിദ്ര്യം കണക്കിലെടുത്ത് ധാരാളം ഭക്ഷണം വീട്ടിൽ സൂക്ഷിക്കുന്നത് പാപമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ ദരിദ്രനായി പുനർജന്മമെടുത്തു. ഒരു കശാപ്പുകാരൻ ഒരു മൃഗമായി പുനർജനിക്കുകയും വളരെയധികം ഭയവും യാതനയും അനുഭവിച്ച ശേഷം കശാപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു. തൻ്റെ സൗന്ദര്യത്താൽ ആകൃഷ്ടരായ പല പുരുഷന്മാരെയും അവഹേളിക്കുകയും ഉപേക്ഷിക്കുകയും ധിക്കാരിയായി ജീവിക്കുകയും ചെയ്ത ഒരു സ്ത്രീ അടുത്ത ജന്മത്തിൽ പല പ്രാവശ്യം വിവാഹം കഴിക്കുകയും ഓരോ തവണയും ഭർത്താവിൽ നിന്ന് മോശമായ പെരുമാറ്റം അനുഭവിക്കുകയും ചെയ്തു. എത്രയെത്ര ജീവിതങ്ങൾ, എത്രയെത്ര കൂട്ടുകെട്ടുകൾ! എല്ലാവരും വളരെ തിരക്കിലാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഓട്ടം? എല്ലാവരും അവരവരുടെ മനസ്സിൻ്റെ തടവുകാരായി കാണപ്പെടുന്നു. എല്ലാവരും ഓരോ ജന്മത്തിലും പാടുപെടുന്നതായി കാണപ്പെടുന്നു. ചിലർ മാത്രം അതിൽ നിന്ന് പുറത്തു ചാടുന്നു. മോചനം നേടിയ ആ വിവേകശാലികളെ മനസ്സിലാക്കാൻ സമൂഹത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവരെ കൊല്ലാൻ പോലും സമൂഹം തുനിഞ്ഞിട്ടുണ്ട്. മനുഷ്യർ അവരുടെ മനസ്സിനെ ഒഴികെ എല്ലാത്തിനെയും കീഴടക്കുന്നു. മനസ്സുമൂലം എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് അവസാനമില്ലാത്ത തീവ്ര ദുഃഖമായി തീരുന്നു. ഒരു കഥ. മഹാനായ അലക്സാണ്ടർ ലോകം കീഴടക്കുവാൻ പുറപ്പെടുകയായിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അനുഗ്രഹം വാങ്ങുവാനായി തൻ്റെ ഗുരുവായ അരിസ്റ്റോട്ടിലിൻ്റെ മുമ്പിൽ ചെന്നു. അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, ഞാൻ തിരിച്ചു വരുമ്പോൾ അങ്ങേക്ക് വേണ്ടി എന്താണ് കൊണ്ടുവരേണ്ടത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞു, ശരിക്ക് ആത്മജ്ഞാനം നേടിയ ഒരു സിദ്ധനെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തീർച്ചയായും സന്തോഷമാകും. അലക്സാണ്ടർ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, അവിടെ കിട്ടുമെങ്കിൽ എത്ര വേണമെങ്കിലും കൊണ്ടുവരാം. അദ്ദേഹം പുറപ്പെട്ടു. പല പ്രദേശങ്ങളും പല രാജ്യങ്ങളും കീഴടക്കി ഇന്ത്യയിലെത്തി. അദ്ദേഹം രാജാക്കന്മാരെ തോൽപ്പിച്ചു. മുന്നിൽ കണ്ടതിനെയെല്ലാം കീഴടക്കി. തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ച് സ്വയം മഹാനായ അലക്സാണ്ടർ എന്നു പേരുമിട്ടു. മടക്കയാത്രയ്ക്ക് ഒരുങ്ങിയ അദ്ദേഹം ഗുരുവിന് കൊടുത്ത വാക്ക് ഓർത്തു. അദ്ദേഹം സൈന്യാധിപനോട് നല്ല ഗുണനിലവാരമുള്ള ഒരു സിദ്ധനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. സൈന്യാധിപൻ അറിവുള്ളവരോട് അന്വേഷിച്ചു. ശരിയായ സിദ്ധനും ആത്മജ്ഞാനം നേടിയ ഗുരുവുമായ ഒരാൾ വനത്തിലുണ്ടെന്ന് അവരെല്ലാം പറഞ്ഞു. സിദ്ധനെ കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം സൈന്യത്തെ അയച്ചു. നല്ല വെയിലത്ത് പൂർണ്ണ നഗ്നനായി ഒരു പാറപ്പുറത്ത് കിടന്നുറങ്ങുന്ന സിദ്ധനെ അവർ കണ്ടു. വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു. പാറയും ചുട്ടുപൊള്ളിയിരുന്നു. അവർ കുഴങ്ങി. ഭ്രാന്തനെന്ന് തോന്നിക്കുന്ന നഗ്നനായ ഈ മനുഷ്യൻ എങ്ങനെയാണ് വലിയൊരു സിദ്ധനാകുക? എന്തായാലും അവർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി വസ്ത്രം ധരിപ്പിച്ച് ചക്രവർത്തിയുടെ മുന്നിൽ ഹാജരാക്കി. ക്ഷൗരം ചെയ്യാത്ത, കുളിക്കാത്ത, വൃത്തിയില്ലാത്ത അദ്ദേഹത്തെ കണ്ടിട്ട് അലക്സാണ്ടർക്ക് തീരെ മതിപ്പ് തോന്നിയില്ല. കരുതലോടെ അദ്ദേഹം തൻ്റെ ഭടന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി. സിദ്ധൻ നിലവാരമുള്ളത് തന്നെ ആണെന്ന് എല്ലാവരും സ്ഥിരീകരിച്ചു. തൻ്റെ രാജ്യത്തെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞ് സിദ്ധന് മതിപ്പുണ്ടാക്കുവാൻ അലക്സാണ്ടർ ശ്രമിച്ചു. അദ്ദേഹം ഒരു സംഭാഷണം തുടങ്ങുവാൻ ശ്രമിച്ചു. സിദ്ധൻ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നെ തിരികെ എൻ്റെ പാറയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അലക്സാണ്ടർക്ക് മടുത്തു. അവസാനം അദ്ദേഹം ചോദിച്ചു, അങ്ങേക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? സിദ്ധൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത്? അലക്സാണ്ടർ പറഞ്ഞു, ഇവിടം മുതൽ ലോകത്തിൻ്റെ അറ്റം വരെയുള്ള ഭൂമിയെല്ലാം എൻ്റേതാണ്. ഞാൻ ലോക ജേതാവാണ്. സിദ്ധൻ ഉറക്കെ ചിരിച്ചു. അലക്സാണ്ടർക്ക് മുഷിഞ്ഞു. സിദ്ധൻ പറഞ്ഞു, നിങ്ങൾ എന്തിനെയാണ് കീഴടക്കിയതെന്ന് എനിക്ക് കാണിച്ചു തരൂ. അലക്സാണ്ടർ പറഞ്ഞു, അത് പരന്നു കിടക്കുകയാണ്. എനിക്കങ്ങനെ കാണിച്ചു തരാൻ കഴിയില്ല. സിദ്ധൻ ഒരു റൂൾ വടിയും ഒരു മരപ്പലകയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു ഭടൻ അത് കൊണ്ടുവന്നു കൊടുത്തു. സിദ്ധൻ പലകയുടെ അടിയിൽ റൂൾ വടി വെച്ച് ഒരു സീസോ ഉണ്ടാക്കി. അതിൻ്റെ മുകളിൽ ഇളകാതെ നിൽക്കുവാൻ അലക്സാണ്ടറോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. സിദ്ധൻ പറഞ്ഞു, നിങ്ങൾ കീഴടക്കിയതായി തോന്നിയതെല്ലാം തിരികെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ജനങ്ങളെയും സ്ഥലങ്ങളെയും ഒന്നിനെയും കീഴടക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ എന്തിനെയെങ്കിലും പിടിച്ചടക്കിയെന്നോ എന്തെങ്കിലും നേടിയെന്നോ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഹംഭാവത്തിൻ്റെ ഒരു ചുമട് മാത്രമാണ് അത്. ഒരു ജയം മാത്രമേ പ്രയോജനപ്രദമായിട്ടുള്ളൂ. സ്വന്തം മനസ്സിനെ ജയിക്കലാണ് അത്. ആ ജയത്തിൽ നിന്ന് വളരെ ദൂരെയാണ് നിങ്ങൾ. മറ്റ് വിജയങ്ങളെല്ലാം കൂടിയാൽ നിങ്ങളുടെ മരണം വരെ കൂടെയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് അഹംഭാവം തോന്നേണ്ട കാര്യമില്ല. അലക്സാണ്ടർ ക്രുദ്ധനായി. സിദ്ധനെ കാട്ടിലേക്ക് തന്നെ വലിച്ചെറിയുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു.
അങ്ങനെ ഒരു സിദ്ധനെയും കൂടാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. എന്തുകൊണ്ടെന്നാൽ സഹിക്കാനാവാത്ത സ്വൈരക്കേടും ശല്യവും തൻ്റെ കൂടെ ജന്മരാജ്യത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഗുരുനാഥൻ്റെ വീട്ടിലെത്തിയപ്പോൾ പ്രഭാതമായിരുന്നു. അരിസ്റ്റോട്ടിൽ തൻ്റെ മുറിയിൽ വാതിലുകൾ തുറന്നുവെച്ച് ഉദയസൂര്യന് അഭിമുഖമായി ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു. അകത്തേക്ക് കയറുന്ന അലക്സാണ്ടർ സൂര്യപ്രകാശം മറച്ചപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ വിജയിയായി തിരിച്ചെത്തിയിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഒരു സിദ്ധനെ കൊണ്ടുവരിക എന്ന അങ്ങയുടെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. അവരെല്ലാം വൃത്തിയില്ലാത്തവരും ധിക്കാരികളുമാണ്. അങ്ങയെപ്പോലെ ശ്രേഷ്ഠനായ ഒരാൾക്ക് സമ്മാനിക്കുവാൻ തക്ക യോഗ്യത അവർക്കില്ല. മറ്റെന്താണ് അങ്ങേക്ക് തരേണ്ടത്? പറയൂ ഗുരു. അരിസ്റ്റോട്ടിൽ ഇത് മാത്രം പറഞ്ഞു, മാറി നിൽക്കൂ, സൂര്യരശ്മികൾ എൻ്റെ മേൽ വീഴട്ടെ. തികഞ്ഞ അന്താളിപ്പോടെ അലക്സാണ്ടർ മാറി നിന്നു. എന്തുകൊണ്ടാണ് തൻ്റെ ഗുരുനാഥന് തൻ്റെ വിജയത്തിൽ മതിപ്പ് തോന്നാത്തത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ചിന്തിച്ചു, ഈ ദിവ്യന്മാരെല്ലാം ഒരുപോലെയാണ്. അവർ എപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്നു. ഈ കഥ വാസ്തവമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. കഥാപാത്രങ്ങളുടെ പേരിനെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും ഓർത്ത് ഞാൻ വേവലാതിപ്പെടുന്നില്ല. കാര്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നോക്കൂ, അതിൻ്റെ സന്ദേശം മനസ്സിലാക്കൂ. നിസ്വാർത്ഥമായ പ്രവർത്തനം. ചോദ്യം: പൂർണ്ണമായ സാക്ഷീഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവർ കർമ്മത്തെ ഉണ്ടാക്കുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞു. ഞാൻ ചെയ്യുന്നത് സത്പ്രവൃത്തി അല്ലെങ്കിലും ഇത് ബാധകമാണോ? ഉത്തരം: പൂർണ്ണമായ സാക്ഷീഭാവത്തിൽ നിങ്ങൾ പ്രവൃത്തിയുടെ ഉത്തരവാദിയല്ല. നിങ്ങൾ ഒരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം നിസ്വാർത്ഥമായിരിക്കും. നിങ്ങൾ അനാസക്തനായി സന്ദർഭങ്ങളോട് പ്രതികരിക്കുന്നതായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായത് ചെയ്യുന്നതായും നിങ്ങൾ കാണും. അത് ഒരിക്കലും നിഷേധാത്മകമാവില്ല. ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കൽ. സൃഷ്ടിയുടെ 3 തലങ്ങൾ ചിന്തയും വാക്കും പ്രവൃത്തിയുമാണ്. സൃഷ്ടിയുടെ 4ാമത്തെ തലം കൂട്ടായ ബോധമാണ്. ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വാസന, അതായത് അടിസ്ഥാനപരമായ ജന്മസിദ്ധമായ ആഗ്രഹങ്ങൾ അതിൽ നിന്ന് വരുന്നു. സ്വഭാവം ചിന്തയും വാക്കും പ്രവൃത്തിയും ഉണ്ടാക്കുന്നു. വാസനയുടെ പിന്നിൽ കർമ്മമാണ്. ഇതാണ് സമയക്രമം. കർമ്മം, വാസന, ചിന്ത, വാക്ക്, പ്രവൃത്തി. വീണ്ടും അത് കർമ്മത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നാം ഒന്നിനു പിന്നാലെ ഒന്നായി ജന്മങ്ങൾ എടുക്കുന്നത്. നമുക്കതിനെ തടയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ നാം ഓരോ നിമിഷവും പുതിയ കർമ്മം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ ചിന്തകൾ സംഭവിക്കുന്നു. ഒരാൾക്ക് പുകവലിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ അയാൾ പുകവലിക്കുകയില്ല. നിങ്ങൾ എന്തെങ്കിലും പൂഴ്ത്തിവെക്കുകയാണെങ്കിൽ തക്ക സമയത്ത് അത് മുളച്ചു പൊങ്ങും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒന്നും വളരെ കാലം അമർച്ച ചെയ്യാൻ കഴിയില്ല. അമർത്തിപ്പിടിച്ച ഒരു സ്പ്രിങ് നിങ്ങൾ കൈയെടുക്കുമ്പോൾ പഴയ നിലയിലേക്ക് കുതിച്ചു ചാടുന്നു. അതുപോലെ നിങ്ങൾ അമർച്ച ചെയ്യുന്ന ആഗ്രഹം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് യാഥാർത്ഥ്യമായി തീരും. നിങ്ങൾ കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. അവരവരുടെ ബോധതലത്തിൽ നിന്നുള്ള പ്രകാശനങ്ങളാണ് ഓരോ വ്യക്തിയും കാണിക്കുന്നത്. നിങ്ങളുടെ മേധാശക്തിയെ തൃപ്തിപ്പെടുത്താൻ വളരെയധികം അറിവ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ വളരെയധികം വായിക്കും. പാണ്ഡിത്യം ആർജിക്കാൻ ഉതകുന്ന ക്ലാസ്സുകളിൽ ചേരും. ആഗ്രഹം നിങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഐസ്ക്രീം കഴിക്കുവാനുള്ള ആഗ്രഹം നിങ്ങളെ ഐസ്ക്രീം വിൽക്കുന്നിടത്ത് എത്തിക്കും. ഐസ്ക്രീം കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെയും കൂടെ കൊണ്ടുപോകും. നിങ്ങൾ ഒരുമിക്കുന്നത് കർമ്മം നിങ്ങളെ ഒരുമിപ്പിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല, ഒന്നിച്ച് ഒന്നും ചെയ്യുകയില്ല. ഈ ജന്മത്തിന് പ്രേരകമായ പ്രാരാബ്ധ കർമ്മം തന്നെയാണ് നിങ്ങൾ എവിടെ ജനിക്കുമെന്നും എന്തെല്ലാം അനുഭവിക്കുമെന്നും മുൻകൂട്ടി നിശ്ചയിച്ചത്. അതെ, എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. മരണസമയത്ത് പൂർത്തീകരിക്കപ്പെടാതെ കിടന്നിരുന്ന ആഗ്രഹങ്ങൾ ഈ ജന്മത്തിന് കാരണമായി. യാത്ര തുടങ്ങുവാനും അനായാസം പൂർത്തീകരിക്കുവാനും അനുയോജ്യമായ ഒരു സ്ഥലത്തേക്കും ഒരു ഗർഭപാത്രത്തിലേക്കും നിങ്ങൾ പോയി. നിങ്ങൾ ജന്മമെടുക്കുകയും യാത്ര നിർവഹിക്കുകയും മാത്രം ചെയ്യുന്നു. ജീവിതത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കർമ്മം കൂട്ടിച്ചേർക്കുന്നു. അതുകൂടി നിർവഹിക്കാനായി യാത്രയുടെ നീളം കൂട്ടേണ്ടി വരും. പരിപാടി വർദ്ധിക്കുമ്പോൾ കൂട്ടിയ യാത്രയ്ക്കുള്ള പെട്രോൾ മുൻകൂട്ടി കരുതാത്തതുകൊണ്ട് യാത്രയുടെ ദൈർഘ്യം കൂട്ടാനാവില്ല. പകരം നിങ്ങൾ മറ്റൊരു ജന്മം എടുക്കുന്നു. ജ്ഞാനം എന്നാൽ എന്താണ്? ജ്ഞാനം അല്ലെങ്കിൽ അറിവ് മനസ്സിനും ബുദ്ധിക്കും
അധികവും ബുദ്ധിക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. ആത്മീയതയിൽ മുകളിലേക്ക് പിടിച്ചു കയറാനുള്ള ഒരു കയറായി ജ്ഞാനത്തെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നല്ലതാണ്. ജ്ഞാനം അഹംബോധം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അതൊരു ഭാരമാണ്. ജീവിതത്തിൻ്റെ ഘടന മനസ്സിലാക്കാനുള്ള ആഗ്രഹം എല്ലാവരിലും ഉണ്ട്. നാം ജനിക്കുമ്പോൾ പരിമിതമായ ബോധത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ബുദ്ധി ഈ ജീവിതത്തിൽ നിന്നുള്ളതാണ്. ബോധം മുൻ ജന്മങ്ങളിൽ നിന്നുള്ളതാണ്. കാറിലെ പെട്രോൾ പോലെ പ്രവർത്തിക്കുന്ന ആത്മാവിന് ഈ തലത്തിൽ പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ അനുവാദം ആവശ്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവിൻ്റെ അടുത്തേക്ക് എത്തുവാൻ കഴിയുക? ഇന്ദ്രിയങ്ങളുടെ കൂടെ പുറത്തേക്ക് പോകുന്ന മനസ്സിനെ തിരികെ കൊണ്ടുവരണം. പുറന്തോടുകൾ ഒന്നൊന്നായി ഭേദിച്ച് മനസ്സ് അകത്തു കയറണം. അങ്ങനെ ആത്മാവിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണ് സാധന തീവ്രമായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നത്. തുടക്കത്തിൽ ആഗ്രഹങ്ങൾ ശക്തമായിരിക്കാം, പിന്നീട് അവ പൊഴിഞ്ഞു പൊയ്ക്കോളും. ശിവനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. ജയ് മോഹൻജി, താങ്ക് യു.